കൊച്ചിയുടെ ഹൃദയഭാഗത്ത് MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന മുണ്ടംവേലി MES കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള UG ഓണേഴ്സ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക് മാനേജ്മെന്റ്, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളിലേക്ക് യാതൊരുവിധ ഡൊണേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. +2 മികച്ച മാർക്കുള്ളവർക്കും കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി AI, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ് ഡിസൈനിംഗ് തുടങ്ങിയ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും ഞങ്ങൾ നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈ സ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണവും കവിയരങ്ങും നടത്തി. അങ്കമാലി കാര്യവിചാര സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ വായന ദിനാചരണവും കവിയരങ്ങും നടത്തി. മാധ്യമപ്രവർത്തകൻ ജോസഫ് മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുരേഷ് മൂക്കന്നൂർ അധ്യക്ഷത വഹിച്ചു. കവയിത്രി റോസി K. എലിസബത്ത്, നാടകകൃത്ത് സീനി ശ്രീകാലം, ഷൈജു രവീന്ദ്രൻ, BV ചന്ദ്രൻ, ജോസ് ഏനമാക്കൽ, M. തങ്കച്ചൻ ജോസഫ്, ജോംജി ജോസ് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത്, ജോർജ് സ്റ്റീഫൻ, A. സെബാസ്റ്റ്യൻ, വിൽഫ്രഡ് H., KK ജോഷി, KK സുരേഷ്, പോളി പഞ്ഞിക്കാരൻ, NP അവറാശൻ, ചെറിയാൻ മാഞ്ഞുരാൻ, വർഗീസ് പരിയാടൻ എന്നിവർ സംസാരിച്ചു. ഒരെറുമ്പിനെ കൊല്ലുന്ന പോലൊതുക്കം, അമ്മയെ കൊല്ലാൻ എന്തെളുപ്പം. ഒരെറുമ്പിനെ കൊല്ലുന്ന പോലൊതുക്കം, അരുതു കൊല്ലരുതെന്നവർ കേഴില്ല, കൈകളെടുത്തവർ തടയിടില്ല. അരുതു കൊല്ലരുതെന്നവർ കേഴില്ല, കൈകളെടുത്തവർ തടയിടില്ല. നേരമാഹാരം തിരയുന്നുവോ, കുപ്പകൾ തെരുവുകൾ ബാല്യങ്ങളതിനിടെ ഒരു നേരമാഹാരം തിരയുന്നുവോ, മാറിയിടാനൊരു കുപ്പായമില്ലാതെ മാറാല പടരും. ഇന്നൊരു മുഹൂർത്ത ദിനം മനസ്സിൽ ഓർക്കവേ, ഇന്നൊരു മുഹൂർത്ത ദിനം മനസ്സിൽ ഓർക്കവേ, കേൾക്കുന്നിതാ ദൂരെ നാദസ്വര മേളത്തകിലടി ശബ്ദം, കേൾക്കുന്നിതാ ദൂരെ നാദസ്വര. ജാതിഭേദങ്ങൾ പൂക്കളിലുണ്ട്, വർണ്ണഭേദങ്ങൾ പുണ്യജന്മം ലഭിച്ചവരുണ്ട്, നിന്ദ്യരായി വിരിഞ്ഞവരുണ്ട്. പൂക്കളിലുണ്ടുയർന്നവർ താഴ്ന്നവർ, പൂജകൾക്കായി മാളിക വീടിൻ മുറ്റത്തു മരം ചാരി നീലച്ചേലയണിഞ്ഞൊരു പെണ്ണാൾ നിൽക്കുന്ന കാണാം ചില നേരങ്ങളിൽ. വാടക വീടിൻ ജനൽ തുറന്നാൽ അങ്ങകലെ ഈ പാടത്തിനപ്പുറം മാളിക വീടിൻ മുറ്റത്ത് മരം ചാരി. മനോഹര മലയാളം. ഞാൻ എൻ്റെ ഒരു 10 വരി കഥാ മത്സരത്തിൽ പങ്കെടുത്തൊരു കഥ പ്രിയപ്പെട്ട ജോസഫിനെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തു. ഇമ പബ്ലിക്കേഷനാണത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ പരിപാടിയൊക്കെ ഉണ്ടോയെന്ന്, കഥയും കവിതയൊക്കെ. ഇപ്പം ഞാൻ ചൊല്ലിയ ഈ 4 വരി കവിത പോലും ഞാൻ ആകാശവാണി, ദൂരദർശൻ അഡ്വർടൈസിങ് ഏജൻസി നടത്തുന്നത് കാരണം എൻ്റെ സർഗശേഷിയൊക്കെ ഞാൻ ഇതങ്ങ് കച്ചവടമാക്കി. ക്യാപ്സ്യൂളായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് എഴുതുന്ന കഴിഞ്ഞ 38 വർഷമായിട്ട് മാധ്യമരംഗത്ത് നിൽക്കുന്നതിനോടൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്നിവിടെ കേട്ട ഈ കവിത ഈ അങ്കമാലി കാര്യവിചാര സദസ്സിൻ്റെ 395ാമത് പതിപ്പിൽ വളരെ അഭിമാനകരമായി ഇത് നടത്തുമ്പോൾ ഞങ്ങൾ ഈ കാവ്യ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ മംഗളമോഹന മലയാളം, മന്ത്രമനോഹര മലയാളം. ഞാൻ ഇവിടെ സാറ് സൂചിപ്പിച്ച ജോസഫ് എനമാക്കിലാണ് സൂചിപ്പിച്ചത് തിരുവനന്തപുരത്തെ ചില അനുഭവങ്ങൾ. 84 മുതൽ കേരളത്തിലെ എല്ലാ പ്രമുഖരായ കവികളുടെയും സാഹിത്യകാരന്മാരുടെയും സംഗമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും
അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത 90 വരെ 90ലാണ് ഞാൻ അങ്കമാലിക്ക് വരുന്നത്. 90 വരെ അങ്ങനെയൊക്കെ പങ്കെടുത്തതിൻ്റെ ചില അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാനും ശ്രീ ജോർജ് സ്റ്റീഫനും ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ടവരൊക്കെ ചേർന്ന് ഇങ്ങനൊരു സംരംഭം 7 വർഷം മുമ്പ് ആരംഭിച്ചത്. പ്രിയ സുരേഷ് സാർ എഴുതി തുടങ്ങുന്ന ആ കാലത്ത് 30-35 വർഷം മുമ്പ് തുടങ്ങിയൊരു സൗഹൃദമാണ്. ഇന്നും അതൊരു സർഗസംഗീതം പോലെ ഞങ്ങളിൽ തുടിച്ചു നിൽക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന എല്ലാ കവികളെയും, പ്രത്യേകിച്ച് ജോൺ ജി ജോസഫിനെ കുറിച്ച് പറഞ്ഞു. ഇവരൊക്കെ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നിയൊരു കാര്യമാണ്. 3.5 ദശാബ്ദം മുമ്പ് ജോൺ ജി ന്യൂസ് ബ്യൂറോ അങ്കമാലി.